ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡ്യുവറ്റാണ് വണ്ടി. നമുക്കതിനകത്ത് വർക്ക് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഫ്രണ്ട് റിമ്മ് തുരുമ്പിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ റിമ്മ് മാറ്റണം. പെട്രോളിൻ്റെ ലീക്ക് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട് വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൺഗാർഡ് എനിക്ക് തോന്നുന്നു ഒരു ഇടി കിട്ടിയിട്ട് മൺഗാർഡിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഷോക്ക് വർക്ക് ആവുന്ന സമയത്ത് ഈ ടയർ കയറി ഈ മൺഗാർഡ് മുറയണതാണ് ആ സൗണ്ട് തന്നെ കേട്ടോ. അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ റിമ്മ് മാറ്റനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിമ്മ് ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ഈ ട്യൂബിൻ്റെ നെക്ക് വന്ന ഭാഗത്താണ് ആ പ്രോബ്ലം വന്നേക്കണേ. അപ്പോൾ റിമ്മും മാറ്റുന്ന കൂട്ടത്തിൽ റിമ്മും നമുക്ക് ആ ടയറിൻ്റെ ട്യൂബും കൂടി മാറ്റി കളയണം കേട്ടോ. കാരണം ആ ട്യൂബ് നമുക്ക് തിരിച്ചിടുമ്പോൾ പഞ്ചറാവാൻ സാധ്യതയുണ്ട്. കാരണം മൊത്തം തുരുമ്പിൻ്റെ ആ ഒരു ഇതിനകത്തായിരിക്കും നിൽക്കുക. നമുക്ക് അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ പഞ്ചർ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് റിമ്മും പുതിയ ട്യൂബും ഇടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് വരാറ്. അപ്പോൾ ഇതിന് നമുക്ക് ഭാഗ്യം കാർബറേറ്ററിന് വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഈ പൈപ്പ് കംപ്ലയിൻ്റ് ഉണ്ട്. പെട്രോൾ പൈപ്പ് പോയിട്ടുണ്ട്. അതിനേക്കാളും ഇവർ ഈ ഫ്യൂൽ ടാങ്കിൽ നിന്ന് കണക്ഷൻ വന്ന പെട്രോളിൻ്റെ ടാപ്പ് ഈ വന്ന സാധനവും കംപ്ലയിൻ്റ് ആണ്. ആ രണ്ടായിട്ടും മാറ്റിയിട്ട് റെഡി ആയിക്കോളും. ഫ്യൂൽ കോക്ക് എന്ന് പറയും. ഇതും പെട്രോൾ പൈപ്പും വാക്വം പൈപ്പും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പിന്നെ റിമ്മ്, അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ ട്യൂബ്, ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട വർക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. നമുക്ക് വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല, ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ.